സുഹൃത്തുക്കളെ, ഇതാണ് റിവഞ്ച്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സൂപ്പർ കാർ കമ്പനിയുടെ ഒരു റിവഞ്ച്. 1960കളുടെ തുടക്കത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. ഇറ്റലിയിൽ ഫെറൂസിയോ ലംബോർഗിനി എന്നൊരു വ്യവസായി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ട്രാക്ടർ കമ്പനിയുടെ ഉടമയായിരുന്നു. കമ്പനിയുടെ പേര് ലംബോർഗിനി. അതെ, ഇന്ന് ലംബോർഗിനി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് കിടിലൻ സൂപ്പർ കാറുകളാണ്. പക്ഷേ ഒരു കാലത്ത് ലംബോർഗിനിയുടെ പേര് ട്രാക്ടറുകളോട് കൂടിയായിരുന്നു. ഫെറൂസിയോക്ക് കാറുകളോട് വലിയ ഇഷ്ടമായിരുന്നു, പ്രത്യേകിച്ച് ഫെറാരി കാറുകളോട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഫെറാരി ഉണ്ടായിരുന്നു. പക്ഷേ അതിലെ തെറ്റ് സംബന്ധിച്ച് അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു. അവസാനം ഫെറൂസിയോ ഫെറാരിയുടെ സ്ഥാപകനായ എൻസോ ഫെറാരിയെ കാണാൻ പോയി. ഫെറൂസിയോ തൻ്റെ അഭിപ്രായങ്ങൾ എൻസോ ഫെറാരിയോട് പറഞ്ഞു. പക്ഷേ എൻസോ അതിനെ അത്ര ഗൗരവമായി എടുത്തില്ല. അവിടെ ഫെറൂസിയോയുടെ മനസ്സിൽ ഒരു ചിന്ത പിറന്നു. എനിക്കൊരു മികച്ച സ്പോർട്സ് കാർ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിക്കൂടാ? അത് വെറുമൊരു ചിന്തയായിരുന്നില്ല, അതാണ് ഒരു വെല്ലുവിളിയായി മാറിയത്. 1963 ഫെറൂസിയോ ലംബോർഗിനി എന്ന ഒരു കാർ കമ്പനി ആരംഭിച്ചു, ഓട്ടോമൊബൈലി ലംബോർഗിനി. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. ഫെറാരിയേക്കാൾ വ്യത്യസ്തമായ, വേഗതയുള്ളതും ആഡംബരമുള്ളതും എന്നാൽ ദിവസവും ഓടിക്കാൻ കഴിയുന്നതുമായ ഒരു കാർ ഉണ്ടാക്കുക. അങ്ങനെ ലംബോർഗിനിയുടെ ആദ്യകാല സ്പോർട്സ് കാറുകൾ എത്തിത്തുടങ്ങി. പക്ഷേ ലോകം ലംബോർഗിനിയെ ശരിക്കും ശ്രദ്ധിച്ചത് മറ്റൊരു കാറിൻ്റെ വരവോടെയാണ്. 1966 പൊട്ടിപ്പുറപ്പെട്ട ലംബോർഗിനി മിയോറ. ഇതൊരു സാധാരണ സ്പോർട്സ് കാർ അല്ലായിരുന്നു. അതിൻ്റെ മധ്യഭാഗത്ത് എൻജിൻ സ്ഥാപിച്ചിട്ടുള്ള ഡിസൈൻ, അതിശയിപ്പിക്കുന്ന രൂപം, വലിയ പ്രകടനം. അന്ന് സൂപ്പർ കാർ എന്ന ആശയത്തിന് തന്നെ പുതിയൊരു രൂപം നൽകുകയായിരുന്നു മിയോറ. ലംബോർഗിനി ഇനി ഫെറാരിയുടെ ഒരു എതിരാളി മാത്രമല്ല, സ്വന്തമായൊരു സാമ്രാജ്യം പണിയുന്ന ബ്രാൻഡായി മാറുകയായിരുന്നു. പിന്നീട് കൗണ്ടാക് എത്തി. അതിൻ്റെ കത്തി പോലെ മൂർച്ചയുള്ള രൂപവും മുകളിലേക്ക് തുറക്കുന്ന വാതിലുകളും കണ്ടപ്പോൾ ലോകം അമ്പരന്നു. ലംബോർഗിനിയുടെ ഡിസൈൻ എന്നത് തന്നെ ഒരു പ്രത്യേക തിരിച്ചറിയലായി മാറി. പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ലംബോർഗിനി കമ്പനിക്ക് പല സാമ്പത്തിക പ്രതിസന്ധികളും ഉടമസ്ഥാവകാശ മാറ്റങ്ങളും നേരിടേണ്ടി വന്നു. എങ്കിലും ഒരു കാര്യം മാറിയില്ല, ലംബോർഗിനി എന്ന പേര്. പിന്നീട് ഡിയാബ്ലോ, മോർജിസ്ലിയോ, അവൻഡോ, ഹുറോക്കെയിൻ തുടങ്ങിയ മോഡലുകൾ ലോകമെമ്പാടും ലംബോർഗിനിയുടെ പ്രശസ്തി ഉയർത്തി. ഇന്ന് ലംബോർഗിനി ഒരു കാർ മാത്രമല്ല, റോഡിലൂടെ ഒരു ലംബോർഗിനി കടന്നു പോകുമ്പോൾ ആളുകൾ തിരിഞ്ഞു നോക്കുന്നത് അതിൻ്റെ വേഗത മാത്രം കൊണ്ടല്ല, അതിൻ്റെ പിന്നിൽ ഒരു വലിയ മനുഷ്യൻ്റെ ധൈര്യത്തിൻ്റെ കഥയുണ്ട്. ഒരു ട്രാക്ടർ നിർമ്മാതാവ് ഒരു സൂപ്പർ കാർ സ്വപ്നം കണ്ടു, ഒരു എതിരാളിയെ സ്വപ്നം കണ്ടു, ഒരു വെല്ലുവിളി നേരിട്ടു, പിന്നെ സ്വന്തമായ ഒരു ഇതിഹാസം സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് ലംബോർഗിനിയുടെ ചരിത്രം വെറും ഒരു കാർ കമ്പനിയുടെ ചരിത്രമില്ലാത്തത്. എനിക്ക് കഴിയില്ല എന്ന് ലോകം പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ചെയ്ത് കാണിക്കും എന്ന് പറഞ്ഞ ഒരാളുടെ കഥയാണ് ലംബോർഗിനി. സുഹൃത്തുക്കളെ, ഇതാണ് റിവഞ്ച്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സൂപ്പർ കാർ കമ്പനിയുടെ ഒരു റിവഞ്ച്. 1960കളുടെ തുടക്കത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. ഇറ്റലിയിൽ ഫെറൂസിയോ ലംബോർഗിനി എന്നൊരു വ്യവസായി ഉണ്ടായിരുന്നു.